മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് ജാമ്യം. പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. അറസ്റ്റിലായി 18ാം ദിവസമാണ് രാഹുലിന് ജാമ്യം ലഭിക്കുന്നത്. പരാതിക്കാരിയുമായി രാഹുലിന് ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. സംഭവം നടന്ന് 2 വർഷങ്ങൾക്ക് ശേഷം വന്ന പരാതി രാഷ്ട്രീയ പ്രേരിതം തുടങ്ങിയ പ്രതിഭാഗം വാദങ്ങൾ കോടതി വിലവെച്ചു. അറസ്റ്റിലായി 18ാം ദിവസം രാഹുൽ മാങ്കൂട്ടത്തിലിന് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചു. പരാതിക്കാരിക്കെതിരായ ശബ്ദരേഖ പ്രതിഭാഗം കോടതിയിൽ സമർപ്പിച്ചിരുന്നു. രാഹുലിനെ അറസ്റ്റ് ചെയ്തതിലുള്ള ചട്ടലംഘനങ്ങളും പ്രതിഭാഗം കോടതിയിൽ ധരിപ്പിച്ചു. അന്വേഷണവുമായി രാഹുൽ ഒരു തരത്തിലും സഹകരിക്കുന്നില്ലെന്നും ജാമ്യം നൽകിയാൽ തെളിവുകൾ നശിപ്പിക്കാനും പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്താനും സാധ്യതയുണ്ടെന്നായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത്. ഇരുഭാഗത്തിന്റെയും വാദങ്ങൾ കേട്ട ശേഷമാണ് സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. നേരത്തെ തിരുവല്ല 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ജാമ്യഹർജി തള്ളിയിരുന്നു. കേസിൽ ബലാത്സംഗ കുറ്റം നിലനിൽക്കുന്നുവെന്നായിരുന്നു തിരുവല്ല കോടതിയുടെ കണ്ടെത്തൽ. സെഷൻസ് കോടതിയും ജാമ്യം തള്ളിയാൽ ഉടൻ തന്നെ ഹൈക്കോടതിയിൽ ഹർജി നൽകാനായിരുന്നു രാഹുലിന്റെ തീരുമാനം. ജനം, പത്തനംതിട്ട.